ഇന്നലെ ഞാൻ എന്തോ പറഞ്ഞല്ലോ, ഡേവിഡ് ഷുഡ് ഡിസപ്പിയർ എന്ന് പറ്റോ? അയ്യോ, ഡേവിഡില്ല, സൂപ്പർ സ്റ്റാർ. ഇന്നലെ കാര്യങ്ങൾ വർക്കൗട്ട് ആവുള്ളൂ ആസ് എൻ ആക്ടർ. ഈ സൂപ്പർ സ്റ്റാർ പട്ടമുണ്ടല്ലോ, അതൊരിക്കൽ കിട്ടിയപ്പോൾ എന്നെ മാറ്റാൻ പറ്റില്ല. ഇറ്റ് സ്റ്റിക്സ് ഓൺ യു ആൻഡ് ഐ ലൈക്ക് ഇറ്റ്. മനസ്സിലായില്ലേ? ചേട്ടൻ എന്താ കല്യാണം കഴിക്കാത്തെ? ടൈം കിട്ടിയില്ല. സമയമുണ്ടല്ലോ, നമുക്ക് നോക്കാം. എന്താ പേര്? നോക്കാം. ആളത്ര പരിചയം തോന്നുന്നു. തരക്കേടില്ല. ഡബിൾ റോളാ? ഓ, ട്വിൻസ് ആണല്ലേ, ചോദിച്ചോളൂ. ചേട്ടന്റെ വണ്ടികളിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ്? എനിക്ക് കുറച്ച് ലക്ഷറി കാസ് ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൊതി നമ്മുടെ ഓട്ടോറിക്ഷയിൽ ട്രാവൽ ചെയ്യാനാണ്. ഇതൊക്കെ തള്ളാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ല. പിന്നല്ലാണ്ട് ഡേവിഡ് സാറിന് അധിക സമയമില്ല, അതുകൊണ്ട് ഇനി 5 ചോദ്യങ്ങൾ മാത്രം. ചൂസ് വൈസ്ലി. ഒരു മിനിറ്റ്. മിസ്റ്റർ ബാല എൻ്റെ ഒരു കൊളീഗാണ്, ഫ്രണ്ടുമാണ്. പുള്ളി ഒന്ന് മുന്നോട്ട് കയറ്റിവിടാമോ? കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ. ഈ കയ്യടിയാണോ? അത് വെറും പൊള്ളയാണ്. പടക്കം പൊട്ടണല്ലേ പൊട്ടും. കാണണോ? ആ, കാണണം. താൻ ഇതുവരെ അഭിനയിച്ചത് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് അതേതാന്ന് ചോദിച്ചു നോക്കി. ഓക്കെ, കണ്ടോ. എന്താ? ഹലോ മൈ ഡിയേഴ്സ്, ഇനി ഞാനൊരു ചോദ്യം ചെയ്യും. ഞാനിപ്പോൾ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു പെർഫോമൻസ് ഏതാണ്? ഏതാണ്? ചേട്ടന്റെ നോട്ടം. സിനിമ പറ, സീൻ. സീൻ എനിക്ക് ഓർമ്മയില്ല. മത്തായി സിനിമയിലെ ചേട്ടന്റെ ലുക്ക് അടിപൊളിയാ. ആ ലുക്ക് ഉണ്ടായിട്ട് മാത്രമാണ് ഞാൻ ആ പൊട്ട സിനിമ മൊത്തമായിട്ട് കണ്ടത്. ഓക്കേ, നെക്സ്റ്റ്. ചേട്ടൻ ഫൗജി പടത്തിൽ മുടിഞ്ഞ ഗ്ലാമർ ആയിരുന്നു. ചേട്ടനെല്ലാം പൈൻ പൊട്ടി മരിച്ചപ്പോ ഞാൻ ഒരുപാട് കരഞ്ഞതാ. ഓക്കേ, പെർഫോമൻസ് പറ. ചേട്ടാ, മുന്തിരി തോപ്പുകൾ എന്ന സിനിമയിലെ ചേട്ടന്റെ ലിപ് ലോക്ക് സീൻ. മര്യാദക്കൊരു സിനിമ കാരണം ഒരാൾ പോലും ഇല്ല നിങ്ങളുടെ. ഒരു സീൻ പറയടാ. ഡേവിഡേട്ടാ, ആ, പ്രേമധീര സിനിമയിലെ ചേട്ടന്റെ വില്ലന്റെ ക്യാരക്ടറില്ലേ, പ്രേമിച്ച പെണ്ണിനെ കൂട്ടുകാരന് കൂട്ടിക്കൊടുത്തേ, അതുപോലെ ഞങ്ങൾ പിള്ളേർക്കും കൂട്ടിക്കൊടുത്ത് സെറ്റപ്പ് ആക്കാൻ പറ്റുമോ? എനിക്കതിന്റെ പരിപാടി നിങ്ങളുടെ പ്രിൻസിപ്പളോട് ഇരിപ്പുണ്ട്, പുള്ളിയോട് ചോദിച്ചു നോക്കാം പരിപാടി ഉണ്ടോന്ന്. അതല്ലെങ്കിൽ നീ വീട്ടിൽ പോയി നിന്റെ അച്ഛനോട് ചോദിച്ചു നോക്കും, ഒരു പെണ്ണിനെ സെറ്റാക്കി തരുമോ? എന്ത് പെട്ടെന്നാളെ കയ്യടി പറഞ്ഞിട്ട് പൊരിഞ്ഞടിയത് തെണ്ടികള്. ആ ചോദ്യം ചോദിച്ചോണ്ട് കൈ കിട്ടിട്ട് പൊട്ടിച്ചനെ. ഏയ്, നിങ്ങളുടെ കാരണമല്ല അവിടെ ഉണ്ടായത്. ഞാൻ കാരണോ? താൻ ഒരുത്തം കാരണമല്ലേ ഇതൊക്കെ ഉണ്ടായത്? നിങ്ങളെ പ്രശ്നം മൊത്തത്തിൽ എന്താണെന്നറിയോ? ആ അനുഭവം പറഞ്ഞാണ് കറക്റ്റ്.
അവളെന്ത് പറഞ്ഞു? അത് നിങ്ങൾക്ക് ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റാ. എന്നാ അവള് പറഞ്ഞ? ഞങ്ങൾ ഡിസ്കഷനിൽ 1-2 വർഷം പറഞ്ഞു. അല്ല പക്ഷെ ശരിക്കും അർത്ഥം എന്താ അതിൻ്റെ? അത് കുറച്ചധികം ഉണ്ട് ചേട്ടാ. കുറച്ചോ? ഗൂഗിൾ ചെയ്ത് നോക്കലാണ്. ഫോണിൽ മെസ്സേജ് നോക്കാൻ പാടില്ലേ? സിറിയെ ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ് മീനിങ് ചേട്ടാ, ഒരു വ്യക്തി തന്റെ കഴിവ് കേടിനെ മനസ്സിലാകാതെ ഇരിക്കുകയും ഉള്ള ചെറിയ കഴിവുകളെ പൊക്കിപ്പിടിച്ചു താൻ എന്തോ സംഭവമാണെന്ന് വിചാരിക്കുന്ന അവസ്ഥ. സിമ്പിളായി പറഞ്ഞാൽ പൊട്ടൻ. ഗുഡ് മോർണിംഗ് സാർ. പി കെ ചേട്ടാ, അതെ, നമ്മുടെ ഈ വണ്ടി മേളിലേക്ക് പോകല്ലാത്തതുകൊണ്ടേ നമുക്ക് പോകാനായിട്ട് ഒരു ലക്ഷറി ജീപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓ, ജീപ്പിൽ പോവാലോ അല്ലേ? ലക്ഷറി ജീപ്പ് ആണെങ്കിൽ ഓക്കെ. പിന്നെ ലക്ഷറി ജീപ്പാ.